വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആലംബമാകുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ. ദുരന്തബാധിതരെ പാർപ്പിക്കാൻ 9 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നത്. എല്ലാ കാലവർഷക്കെടുതിയിലും പ്രധാന ദുരിതാശ്വാസ കേന്ദ്രമായിരുന്നു വെള്ളാർമല GVHSS. മലവെള്ളപ്പാച്ചിലിൽ ഈ വിദ്യാലയം ഒലിച്ചുപോയി. അതോടെ അഭയകേന്ദ്രങ്ങൾ മറ്റിടങ്ങളിലായി. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് 9 ദുരിതാശ്വാസ കേന്ദ്രമാണ് തുറന്നത്. മേപ്പാടി GVHSS ആണ് പ്രധാന ദുരിതാശ്വാസ കേന്ദ്രം. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടനാട് വിദ്യാലയം തുടങ്ങി ഒട്ടേറെ ഇടങ്ങളിൽ ക്യാമ്പുകളുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് സർക്കാരിന്റെ ഈ രക്ഷാദൗത്യം. രണ്ടാൾ മാത്രം, അവരെ മക്കള് പോയി. തലേ ദിവസം അവരെ വീട്ടിൽ കൊണ്ടേയിരുത്തിയ ആ മോനും പോയി. പ്രതീക്ഷിക്കാനോ ഇതാക്കാനോ കാത്തിക്കാനോ അയൽവാസികളില്ല, കാണാൻ നാടുമില്ല, ഇരിക്കാൻ വീടുമില്ല, ഒന്നുമില്ല. 5000-ഓളം പേരാണ് ക്യാമ്പുകളിലുള്ളത്. ഉറ്റവർ മണ്ണിലേക്ക് ആണ്ടുപോകുന്നത് നേരിട്ട് കണ്ടവർ, കയ്യെത്തിപ്പിടിച്ചിട്ടും മരണത്തിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയുടെ നോവുകൾ, വീടും സമ്പാദ്യവുമെല്ലാം മലവെള്ളം കൊണ്ടുപോയവർ, ഒറ്റ നിമിഷത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയവർ. കണ്ണീർ കാഴ്ചകളാണ് ഓരോ ക്യാമ്പുകളും. അതിനൊപ്പം സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിലൂടെ ആശ്വാസത്തിന്റെ മറുകര തേടുന്നവരും. ഞങ്ങളെ കട പോയി, എൻ്റെ സ്വന്തം കടയായിരുന്നു, അത് പോയി. ഞങ്ങളെ വീട് പോയി. ഞങ്ങൾ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ 4 വന്നത്. ഞങ്ങളൊക്കെ ചളിയിലായിരുന്നു. ഞങ്ങൾ എങ്ങനെയോ നീന്തി ഇങ്ങനെ കയറി വന്നതാണ്. എല്ലാം കിട്ടിയിട്ടുണ്ട്. വൈദ്യസഹായം, ഭക്ഷണം എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സുരക്ഷിതത്വമാണ്. ആൾക്കാരെല്ലാം കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ കിട്ടാനുള്ള ഒത്തിരി ബോഡികൾ കിട്ടാനുണ്ട്. പക്ഷെ നാട് നല്ലൊരു നാടായിരുന്നു. എല്ലാവരും ഒരുപോലെ ഈക്വലായിട്ട് സ്നേഹിക്കുന്ന നല്ലൊരു നാടായിരുന്നു. ഇടമുറിയാത്ത രക്ഷാപ്രവർത്തനം. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയവരെയും വീടുകളിൽ കുടുങ്ങിയവരെയുമൊക്കെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിൽ എത്തിച്ചു. ഇവർക്ക് റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കി. കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. അതിൽ നിന്ന് ഒരു ജനതയെ രക്ഷിക്കാൻ അതിവേഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ആശ്വാസത്തിന്റെ തുരുത്തുകളാകുന്നു. കൈരളി ന്യൂസ്, വയനാട്.